അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പുകഴുവാനുണ്ടെങ്കിൽ ആ കാൽവരി ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് നിങ്ങൾക്ക് പ്രശംസിക്കാനില്ല. ദൈവത്തിന്റെ ദൈവസന്നിധിയിൽ എനിക്ക് നിങ്ങൾക്കും പുകഴുവാനുള്ള ആ ക്രൂശിൽ മാത്രമാണ് എനിക്ക് നിങ്ങൾക്കും പുകഴുവാനുള്ളതെന്ന് ഇത് പകർത്താൻ മറക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായത് കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ കൂട്ടായ്മ യോഗത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാല സ്വർഗ്ഗത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓടിയുടെ വാഹനങ്ങളുടെ സന്നിധിയും ആശ്രയമായി ഞങ്ങളുടെ ഭാരപ്പെടമില്ലാതെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. അവിടുത്തെ മക്കളെ വഴിയെ സമർപ്പിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളോട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യമാണ് നാം വായിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗം കൂടെയാണ് യോഹന്നാന്റെ സുവിശേഷം. യേശു കർത്താവ് ഗലീലയിലെ കനാവിലെ കല്യാണ വീട്ടിൽ വന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒരു സന്ദർഭമാണ് നാം വായിച്ച വേദഭാഗം. ഞാൻ അതിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് അനുവദിച്ചു തന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇരുന്നു കൊള്ളാം. ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. ദൈവം എന്ത് ചെയ്യുന്ന ദൈവമാണെന്ന് അറിയാമോ? ദൈവം നമ്മെ കരുതുകയും ദൈവം നമ്മെ സൂക്ഷിക്കുകയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് തിരുവചനം ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ യേശു കർത്താവ് ഈ കല്യാണ വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെ കടന്നു വന്നപ്പോൾ സ്തോത്രം, ആ കല്യാണ വീട്ടിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം, ഉണ്ടായിരിക്കേണ്ട പ്രധാന വസ്തുത അല്ലെങ്കിൽ പ്രധാന ഐറ്റം എന്ത് ചെയ്തു? തീർന്നുപോയി. ഇനി അവർക്ക് വീഞ്ഞില്ല. നാം ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. ആ ഭവനത്തിലെ ജഗന്നാഥന്റെ അവസ്ഥ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ വിളിച്ചു, വിരുന്നുകാർ വന്നിട്ടുണ്ട്, സഹോദരങ്ങൾ വന്നിട്ടുണ്ട്, കൂട്ടുകാർ വന്നിട്ടുണ്ട്, ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം അവിടെയുണ്ട്. ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ നടുവിൽ, വീട്ടുകാരുടെ നടുവിൽ, വിരുന്നുകാരുടെ നടുവിൽ, സഹോദരങ്ങളുടെ നടുവിൽ ഈ മനുഷ്യൻ, ഈ വീട്ടുകാരൻ നിന്ദിക്കപ്പെടുവാൻ പോകുമ്പോൾ, ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വീട്ടുകാരൻ ആക്ഷേപിക്കപ്പെടുവാൻ പോകുമ്പോൾ, മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാപാത്രമായി തീരുവാൻ പോകുമ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു എന്നറിയാമോ? അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്ത് ആ വീട്ടിലെ പോരായ്മകൾ മാറ്റി, ആ വീട്ടിലെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്ത് നിന്ദിക്കുന്നവരുടെ മുന്നിൽ അവരെ മാനപാത്രമാക്കി തീർത്ത ഒരു ദൈവം അവരുടെ നടുവിലുണ്ട് എന്ന് വാസ്തവമായി അവർക്ക് മനസ്സിലായി. ഇന്ന് പകൽക്കാലം ഞാനിങ്ങനെ വിളിച്ചു പറയട്ടെ, നിന്ദിക്കുന്നവരുടെ നടുവിൽ മാനിച്ചുയർത്തുന്ന ഒരു തമ്പുരാൻ നമുക്കുണ്ട് എന്ന് ഈ പകൽക്കാലം ഞാനിങ്ങനെ മറക്കില്ല. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ദൈവം നമ്മെ മാനിച്ച വിധങ്ങൾ, ദൈവം നമ്മെ കരുതിയ വിധങ്ങൾ, ദൈവം നമ്മെ സൂക്ഷിച്ച വിധങ്ങൾ, അസാധ്യങ്ങളെ സാധ്യമാക്കി തന്ന വിധങ്ങൾ, അത്ഭുതങ്ങളെ പ്രവർത്തിച്ച വിധങ്ങൾ, സ്തോത്രം, സമൂഹത്തിന്റെ മുന്നിൽ ത്യജിക്കപ്പെട്ടവരായി, സമൂഹത്തിന്റെ മുന്നിൽ നിന്ദിക്കപ്പെട്ടവരായി, സമൂഹത്തിന്റെ മുന്നിൽ വെറുക്കപ്പെട്ടവരായി തീർന്നപ്പോൾ സർവശക്തനായ ദൈവമോ അതിനെ മാറ്റിയിട്ട് നിങ്ങളെ മാനിച്ചു എങ്കിൽ പുറംപറമ്പിൽ കിടന്ന എന്നെയും നിങ്ങളെ മാനപാത്രമാക്കി തീർത്തു എങ്കിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ വഴിയുണ്ട്. 1991 ഞാൻ സ്നാനപ്പെട്ട് കർത്താവിനെ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാൻ ഇടയായത്. അന്ന് ഡോക്ടർ രാജീവ് തോമസ് ആണ് ഈ സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അല്പ ചൂടുമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുന്നതനുസരിച്ച് ഞങ്ങൾ പ്രസംഗിക്കുവാൻ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നിങ്ങൾ നിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നത്. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇവിടെ എന്റെ ബന്ധുക്കളുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, ഈ സഭയിലെ വിശ്വാസ
എന്നാൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എന്റെ സ്വന്തം നാട് ഇതല്ല, എന്റെ സ്വന്തം നാട് കലയുരമാണ്. അല്ലെങ്കിൽ പക്ഷേ ഞാൻ ഇവിടുത്തെ വിശ്വാസിയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതും ഞാൻ സ്നാനപ്പെട്ടതും എല്ലാം ഈ സഭയാണ്. സ്നാനപ്പെട്ടതിനു ശേഷം എന്റെ ഭവനത്തിലേക്ക് ചെന്നു, ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. സ്തോത്രം. അന്നത്തെ സാഹചര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഒത്തിരി കഷ്ടതകൾ, ഒത്തിരി ദുഃഖങ്ങൾ, ഒത്തിരി നെടുവീർപ്പുകൾ അനുഭവിച്ചു. ജീവിതത്തിൽ അനുഭവിക്കാവുന്ന കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വാസ്തവമായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അവൻ ആർക്കും കടക്കാരനല്ല. വാസ്തവമായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അവൻ ആർക്കും കടക്കാരനല്ല എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയട്ടെ. അതിനുശേഷമാണ് ബഥേലിൽ പഠിക്കാൻ പോകുന്നത്. 95 മുതൽ 98 വരെ ബഥേലിൽ പഠിച്ചു. HLC-യോടുള്ള ബന്ധത്തിൽ ശാസ്താംകോട്ടയാണ് കടന്നു വന്നത്. ആദ്യത്തെ പ്രവർത്തനം ഞാൻ പറയേണ്ടല്ലോ. ശാസ്താംകോട്ടയെ കുറിച്ച് നിങ്ങളോട് അല്ലേ ഞാൻ പറയണോ? വേണ്ട. 3 വർഷം അവിടെ കർത്താവിന്റെ വേലയിലായിരുന്നു. അതിനുശേഷമാണ് ഞാൻ വിദേശത്തേക്ക് കടന്നു പോകുന്നത്. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ കരുതൽ എത്രയാണെന്ന് അറിയാമോ? സ്തോത്രം. ഒരു രോഗസൗഖ്യത്തിലൂടെയാണ് ഈ കർത്താവിനെ കണ്ടെത്തിയത്. കർത്താവിന്റെ ദാസൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്നും ദൈവത്തിന്റെ കരം കുറഞ്ഞിട്ടില്ല. നോക്കുക, യേശു കടന്നു പോകുന്നത് കണ്ടപ്പോൾ വലിയ ഒരു പുരുഷാരം എന്ത് ചെയ്തു അറിയാമോ? അവനെ പിൻഗമിച്ചു ചെന്നു. സ്തോത്രം. വലിയ ഒരു പുരുഷാരൻ അവനെ പിൻഗമിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രസംഗത്തിൽ കേട്ടത് 4 കൂട്ടരുണ്ട് യേശുവിന്റെ കൂടെ അല്ലേ? അപ്പൊ എന്തിനാ അടയാളം എന്താണ്? ഇവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാൻ കടന്നു വന്ന ഒരു പുരുഷാരം. പക്ഷേ അതിന്റെ നടുവിൽ ഒറ്റയ്ക്കൊരുത്തൻ അവനൊരാവശ്യമുണ്ടായിരുന്നു. എന്താ അവന്റെ ആവശ്യം എന്ന് പറയുന്നത്? അവന് കാഴ്ച പ്രാപിക്കുക. അല്ലെങ്കിൽ നോക്കുക, വലിയ പുരുഷാരനാണ് നടക്കുന്നത്. അപ്പം തിന്നാനും അടയാളം കാണാനും അവനെ പരിഹസിക്കുവാനും ഒരു പുരുഷാരൻ നടക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒറ്റയ്ക്കൊരുവൻ. എന്താണ് അവന്റെ നിലവിളി? ദാവീദ് പുത്രാ, എന്നോട് കരുണ ചെയ്യണമേ. ഇന്ന് പലക്കാലം ഞാൻ ഇങ്ങനെ പറയട്ടെ, വലിയ പുരുഷാരമുണ്ട് എങ്കിലും നീ ഏകനായി ദാവീദ് പുത്രാ, എന്നോട് കരുണ ചെയ്യണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ അവൻ നിന്റെ നിലവിളിക്കാൻ നിൽക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നാൾ ഞാൻ നിങ്ങൾ മേലിയായി ആരും കാണാതെ മാറിയിരുന്ന് നിലവിളിക്കുമ്പോൾ അതിന് മറുപടി തമ്പുരാൻ തന്നു. അവൻ എന്ത് ചെയ്തില്ല? അവൻ ഉപേക്ഷിച്ചില്ല അല്ലേ? അവൻ നമ്മെ എന്ത് ചെയ്തില്ല? അനാഥനായി വിട്ടില്ല. സമൂഹം നിന്നെ നോക്കി പറഞ്ഞു, നീ വളർന്നു വരുന്നത് എനിക്കൊന്ന് കാണണം. സമൂഹം നിന്നെ നോക്കി വിളിച്ചു പറഞ്ഞു, നീ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണം. നിന്റെ തലമുറ രക്ഷപ്പെടുന്നത് എനിക്കൊന്ന് കാണണമെന്ന് സമൂഹം നിന്നെ നോക്കി വിളിച്ചു പറഞ്ഞപ്പോൾ തമ്പുരാൻ നിന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കില്ല. ദൈവത്തിന്റെ കരുതൽ. ആവർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 11-ാം അധ്യായം 10 മുതൽ 12 വരെ. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിസ്രൈം ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറിത്തോട്ടം പോലെ നിന്റെ കാല് കൊണ്ട് നനയ്ക്കണം.
നീ കൈവശമാക്കുവാൻ ചൊല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന ഇസ്രായേൽ ദേശം പോലെയല്ല. Praise the Lord. ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. നീ എന്ത് ചെയ്തിട്ട് വിത്ത് വിതച്ചിട്ട് നീ കാലുകൊണ്ട് എന്ത് ചെയ്യുന്നു? അടുത്ത ഭാഗം വായിച്ചോ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി. നോക്കുക, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും, അതിനൊരു പ്രത്യേകതയുണ്ട്. അത് മലകളും താഴ്വരകളും കൊണ്ട് നിറഞ്ഞതാ. പക്ഷേ തമ്പുരാനോട് എന്ത് ചെയ്യുന്നു അറിയാമോ? അവർക്ക് മഴ പെയ്യിച്ചു കൊടുക്കുന്നു. എന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരു മുൻമലയും പിന്മലയും അയച്ചു. സ്തോത്രം. സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 21-ലെ 11. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല. Praise the Lord. എന്നോട് ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട് അല്ലേ? യേശു കർത്താവ് പോയി. ഇതുവരെ അവരുടെ കൂടെ നടന്നില്ലേ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കാണിച്ചു, അവർക്ക് വിശന്നപ്പം എന്ത് ചെയ്തു? അപ്പം നുറുക്കി 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. വന്നവരെയൊക്കെ പോറ്റി പുലർത്തി. കാൽവരി ക്രൂശിലെ മരണത്തിന് ശേഷം തമ്പുരാൻ എന്ത് ചെയ്തു അറിയാമോ? ഉയർത്തെഴുന്നേറ്റ് പോയി. നാം ഇന്ന് ചെയ്യുന്നത് പോലെ സഭായോഗം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും എന്ത് ചെയ്തു അറിയാമോ? ഈ ശിഷ്യന്മാരെല്ലാം കൂടെ ഒന്ന് കൂടിയിരുന്ന അല്ലേ? നമ്മളിപ്പോ എന്നാണല്ലോ ചെയ്യുന്നത്? സഭായോഗം കഴിയുമ്പോൾ നമ്മളൊരു കൂട്ടായ്മ. എന്താ കൂട്ടായ്മ? ഞങ്ങൾ ആയിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു? എന്നാൽ അവരെല്ലാം കൂടെ കൂടി, ശിഷ്യന്മാരെല്ലാം കൂടെ കൂടിയിരുന്നു. 11 പേരുമുണ്ട്. എന്താ നമ്മുടെ പ്ലാന്? ഇതുവരെ ഞങ്ങൾക്ക് ആരുണ്ടായിരുന്നു? ഞങ്ങൾക്കൊരു നായകനുണ്ടായിരുന്നു. ആ നായകൻ എന്ത് ചെയ്തു അറിയാമോ? ഞങ്ങളെ വിട്ടുപോയി. പത്രോസ് പറഞ്ഞൊരു കാര്യം ചെയ്യാം. നമ്മുടെ പഴയ പണിയുണ്ടല്ലോ, അതിലേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോകാം. കൂടെ കുറച്ച് പേര് പറഞ്ഞു നമ്മുടെ പഴയ പണിക്കൊന്ന് പോകാം. സ്തോത്രം. അവരെന്ത് ചെയ്തു അറിയാമോ? അവർ പടയെടുത്തു, വലയെടുത്തു, വള്ളമെടുത്തു. സ്തോത്രം. അവർക്ക് മീൻ പിടിക്കുവാൻ ആവശ്യമാകുന്ന സകലതും അവരുടെ പക്കൽ ഉണ്ടായി. അതെല്ലാം എടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു അറിയാമോ? പതുക്കെ മീൻ പിടിക്കാൻ പോയി. സ്തോത്രം. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തില്ല അറിയാമോ? ഒന്നും ലഭിച്ചില്ല. സ്തോത്രം. നിനക്ക് ഗലീല തടാകം അറിയാനിട്ടാണോ? അല്ല, നിനക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെ ഏത് സമയത്ത്, ഏത് സീസണിൽ, ഏത് കാലാവസ്ഥയിൽ മീൻ ലഭിക്കുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ എങ്ങനാ പോയതെന്ന് അറിയാമോ? തമ്പുരാന്റെ വാക്ക് കേൾക്കാതെയാണ് നീ കടന്നു പോയത്. തമ്പുരാന്റെ വാക്ക് കേൾക്കാതെ, തമ്പുരാന്റെ ഇഷ്ടമനുസരിക്കാതെ പോയാൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയട്ടെ, നീ എത്ര അധ്വാനിച്ചാലും അതിനൊന്നും ലഭിക്കില്ല എന്ന് പകൽക്കാലം മറക്കരുത്. അവസാനം യേശു കർത്താവ് അവരുടെ അടുക്കിലേക്ക് വന്നു. അല്ലെങ്കിൽ ആ സ്തോത്രം ഒരു ചോദ്യം, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ പലതുമുണ്ടോ? സ്തോത്രം. അവർ പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു. സ്തോത്രം. അത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, തമ്പുരാന്റെ വിളി അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പത്രോസേ, നിന്നെ നോക്കി ആരും കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടുണ്ടായില്ല അല്ലേ? ആരും കുഞ്ഞുങ്ങളെ വിളിച്ചിട്ടില്ല. ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ച് ക്ഷീണിച്ച് തളർന്ന നിന്നെ നോക്കി തമ്പുരാൻ വിളിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, അതിനകത്ത് തന്നെ ഒരു ആശ്വാസമുണ്ട്. കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളുടെ മക്കൾ ഒന്നുമില്ല.
നിങ്ങളുടെ മക്കളൊന്നുമില്ല. തമ്പുരാൻ അവരോട് പറഞ്ഞു, പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശുകയും. ഹല്ലേലൂയ, സ്തോത്രം. അവർ വല വീശിയപ്പോൾ അവർക്ക് ലഭിച്ചത് എത്രയാണെന്ന് അറിയാമോ? 150. ആ വല കയറ്റുവാൻ ഒത്തിരി പാടുണ്ടായിരുന്നല്ലേ. കൂടെയുള്ളവരൊക്കെ വിളിച്ചു, മറ്റുള്ളവരൊക്കെ വിളിച്ചു, ഒത്തിരി പാടായിരുന്നു. പക്ഷേ തമ്പുരാൻ തന്ന മീൻ അത് നിന്റെ വലയ്ക്കകത്ത് ഒതുങ്ങും. തമ്പുരാൻ തന്ന മീൻ, ആ മീൻ ആ വല പൊട്ടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഒത്തിരി പേര് ശ്രമിക്കും, അതിനകത്തുള്ള മീൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ വലയൊന്ന് പൊട്ടിക്കാൻ. പക്ഷേ ഇന്ന് പകൽക്കാലം 153 എണ്ണത്തിന് എണ്ണിയതാരാണെന്നറിയാമോ? തമ്പുരാനാണ്. അവരെ പൊട്ടിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയില്ല എന്ന് ഈ പകൽക്കാലം മറക്കരുത്. Praise the Lord. Hallelujah. Hallelujah. അതേ തകർക്കുവാൻ ഒരു ശക്തിയും കഴിയത്തില്ല. ഒരു വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൽ 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ വായിക്കാമോ? നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവാ ഭക്തനായിരുന്നു. നിന്റെ ദാസനായിരുന്നു. എന്ത് സംഭവിച്ചു? ഇപ്പൊ മരിച്ചുപോയി. സ്തോത്രം. നോക്ക്, പ്രവാചക ശിഷ്യന്മാരിൽ അവനൊരു പ്രവാചക ശിഷ്യനുമായിരുന്നു. നിന്റെ ദാസനായിരുന്നു. അത് മാത്രമല്ല, പിന്നെ അവൻ എന്തുകൂടെ ഉണ്ടായിരുന്നു? ചില യോഗ്യതകൾ പറവാൻ ഉണ്ടായിരുന്നു അല്ലേ? യഹോവ ഭക്തനായിരുന്നു. അവിടെ എന്താ താഴോട്ട് വായിക്കുന്നത്? ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെയും പിടിച്ചു കൊണ്ടുപോകുവാൻ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ. യഹോവ ഭക്തനായിരുന്നു അല്ലേ? നിന്റെ ദാസനായിരുന്നു. യഹോവ ഭക്തന്മാർക്ക് കടം വരുമോ? വരുമോ? ഒന്നുമില്ലായിരുന്നു ആ മനുഷ്യന്റെ കയ്യിൽ. ഇന്നത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്നത്തെ യഹോവ ഭക്തന്മാരെല്ലാം ആരാണ്? ആരെങ്കിലും കടക്കാറുണ്ടോ? ഇവിടെ കർത്താവിന്റെ ദാസി പറയുകയാണ്, ഇപ്പോൾ എന്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ കടക്കാരെല്ലാം കൂടെ വന്നിരിക്കുന്നു. അവരോടൊന്ന് വായിക്കാമോ? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടതാണ്? മറ്റൊന്നും ഏലീശയ്ക്ക് ഇപ്പൊ അവളോട് ചോദിക്കാനില്ല. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം? ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നമ്മുടെ അവസ്ഥ കാണുമ്പോൾ, നമ്മുടെ സാഹചര്യം കാണുമ്പോൾ, നമ്മുടെ സന്ദർഭം കാണുമ്പോൾ, നമ്മുടെ വലിയ പ്രവാചകനായിരിക്കുന്ന ഏലീശയ്ക്ക് നമ്മോട് ചോദിക്കുവാനുള്ളത്, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടതാണ്? എന്താണ് പറയുന്ന മറുപടി? നിനക്ക് എന്തുണ്ട് നിന്റെ കയ്യില്? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ അവിടെ ഉള്ള കാര്യം സമ്മതിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ മതി. അടിയന്റെ വീട്ടില് മറ്റൊന്നുമില്ല. പക്ഷേ നോക്കുക, എലീസ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ അയൽക്കാരോടൊക്കെ പോയിട്ട് വെറും പാത്രങ്ങളൊക്കെ. ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ആ ഭാഗത്ത് ഇവളിപ്പോ ആരായിരിക്കുന്നു? ആരാളുള്ള കടക്കാരിയാ? ഇവിടെ പോയി ചോദിച്ചാൽ കൊടുക്കുവോ? കൊടുക്കില്ല. കാരണം എന്താ? അല്ല, നീ നേരത്തെ വാങ്ങിച്ചോണ്ട് പോയതൊന്നും എനിക്ക് തിരിച്ചു തന്നില്ല. നീ നേരത്തെ വാങ്ങിച്ചോണ്ട് പോയതൊന്നും പിന്നെ വല്ലവരും കൊടുക്കുവോ? കൊടുക്കത്തില്ല. പക്ഷേ അവൾ ആരുടെ വാക്ക് കേട്ടോണ്ടാ പോയത്?
എലീശയുടെ വാക്ക് കേട്ടുകൊണ്ട് അവൾ പോയി. അവള് മാത്രമേ പോയുള്ളൂ. കുഞ്ഞുങ്ങളെ കൂട്ടിയോ? ഇല്ല. എലീസ പറഞ്ഞില്ല നീ പോയിട്ട്. പക്ഷെ അവൾ ചെന്ന് എന്താ പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. എന്റെ വീട്ടിൽ വലിയ പ്രവാചകനായിരിക്കുന്ന എലീസ വന്നിട്ടുണ്ട്. ആ എലീസ എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പുരാൻ പറഞ്ഞിട്ട് പോയാൽ നിനക്ക് തരാത്തവനെയും നിന്റെ മുന്നിൽ കൊത്തിയടക്കപ്പെട്ടവനെയും വാതിൽ നിനക്ക് മുന്നിൽ തുറക്കുമെന്ന് ഈ വാഗ്ദാനം മറക്കരുത്. പക്ഷെ തമ്പുരാൻ പറഞ്ഞിട്ട് പോകണം. തമ്പുരാൻ പറഞ്ഞിട്ട് പോയാൽ നിനക്ക് മുന്നിൽ ഒത്തിരി പേർ വാതിൽ കൊത്തിയടച്ചിട്ട് നീ ഇതിനകത്തേക്ക് കയറരുത്, ഇതിനകത്തേക്ക് നീ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ വാതിലുകൾ കൊത്തിയടച്ചവരുടെ മുന്നിലേക്ക് എന്റെ ദൈവത്തിന്റെ ആലോചനപ്രകാരം ഞാൻ നിങ്ങൾ പോയാൽ ആ വാതിൽ ഇരുമ്പോരാമ്പലുകളെ തകർത്ത് താമരക്കതികളെ തുറക്കുന്ന ദൈവം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്ന ദൈവമുണ്ട്. ദൈവം അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റുകയില്ല. പക്ഷേ ദൈവത്തിന്റെ പൈതലേ, ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ അത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമെന്ന് ഇത് പകർത്താനാണ് നിങ്ങൾ മറക്കരുത്. കഴിഞ്ഞ ആഴ്ച വരെ, കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ നിന്നെ കാണുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? വാതിലുകൾ അടയ്ക്കും. എന്താ കാരണം എന്നറിയാമോ? ഭർത്താവുമില്ല, നീ വല്ലതും ചോദിക്കാനാണോ വരുന്നത്? ഇന്ന് അവളുടെ മുന്നിൽ വാതിലടഞ്ഞില്ല. ഇന്ന് അവളുടെ മുന്നിൽ ആ വാതിലുകളെല്ലാം തുറന്നിടുന്നു. ദൈവത്തിന്റെ മകനെ, ദൈവവാക്കിന് മുന്നിൽ നിന്റെ മുന്നിൽ വാതിലുകളെല്ലാം തുറന്നിടക്കുമെന്ന് ഈ മകക്കാരൻ മറന്നു പോകരുത്. അവൾ വന്നിട്ട് എന്ത് ചെയ്തു അറിയാമോ? ഒറ്റയ്ക്ക് പോയി പാത്രം ശേഖരിച്ചു വന്ന് നീയും നിന്റെ മക്കളും ആ അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. മതി മതി. പ്രൈസ് ദി ലോർഡ്. പാത്രം വാങ്ങിക്കാൻ നീ ഒറ്റയ്ക്ക് പോയാൽ മതി. പകരുവാൻ ആരും കൂടെ വേണമെന്നറിയാമോ? തലമുറകൾക്ക് കൂടെ വേണം. പ്രൈസ് ദി ലോർഡ്. പാത്രം വാങ്ങിക്കാൻ നീ ഒറ്റയ്ക്ക് പോയാൽ മതി. പക്ഷേ പകരുവാൻ തലമുറകൾക്ക് കൂടെ വേണം. ഞങ്ങളുടെ വാക്കുകളോട് നിർത്തട്ടെ. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കരുതൽ എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നത് പോലെയല്ല. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നത് പോലെയല്ല. അവൻ അത്ഭുതങ്ങളെ ചെയ്തെടുക്കും, അവന്റെ സാധ്യതകളെ സാധ്യമാക്കി ചെയ്യുന്നതെന്ന് ഇത് പകർത്താൻ ഞാൻ മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മുൻപിൽ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ ഒത്തിരിയുണ്ട്. എന്നാൽ ഒരു ദിവസം ആ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാമോ? ദൈവസഭയിൽ പ്രാർത്ഥിക്കാമോ? മരുഭൂമിയിൽ അന്ത്യപാട് ദൂരത്ത് മാറി നിന്നുകൊണ്ട് ഈ പൈതലിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് കഴിയുമ്പോ ആകെ നിനക്ക് വേണ്ടി ഒരു നീരുറവ ദൈവം തുറന്നിരിക്കുന്നത് നീ കാണുന്നില്ലേ? ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ചവരുടെ കഥകൾ സമൂഹത്തിന്റെ മുൻപിൽ, ഉച്ചവരുടെ മുൻപിൽ, ഉടയവരുടെ മുൻപിൽ നീ നിന്ദിക്കപ്പെടുവാൻ പോകുമ്പോ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അനാഥരായി നമ്മെ വിടുകയില്ല. ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും, വാക്കു പറഞ്ഞവർ മാറിയാലും,
നമ്മെ ഉപേക്ഷിക്കാത്ത നാഥൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ഭദ്രങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസന്മാരോടും ഈ സെക്ഷനിലെ കർത്താവിന്റെ ദാസന്മാരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഐശ്വര്യമായി ആത്മനിയോഗത്താൽ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ പ്രസ്താവിച്ച കർത്താവിന്റെ ദാസനോട് നന്ദി പറയുന്നു. അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഒരുമിച്ച് ജൂനിയറും സീനിയറുമായിട്ടൊക്കെ ബഥേൽ കോളേജിൽ പഠിപ്പാൻ ദൈവം കൃപ നൽകി. കർത്താവ് ഇത്രത്തോളം അദ്ദേഹത്തെ അനുഗ്രഹിച്ചതിന്, ഇത്രത്തോളം ശക്തീകരിച്ചതിന് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. കരുനാഗപ്പള്ളി സെക്ഷൻ ഒരു തീരദേശ സെക്ഷനാണ്. ഞങ്ങള് 10-26 പാസ്റ്റർമാരുണ്ട്. ഈ സെക്ഷനിൽ പാസ്റ്ററുടെ ജനിച്ചു പോകുന്നുണ്ട്.